കെ.സി. വേണുഗോപാൽ കേരളത്തിൽ കോൺഗ്രസിനകത്ത് ഇറങ്ങി കളിക്കുന്നത് അല്പം അതിരി വിടുന്നില്ല എന്നൊരു സംശയം. ഇത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFിൻ്റെ തന്നെ ഒരു വലിയ നാശത്തിലേക്ക് പോകുകയാണ്. കെ.സി. പിടിക്കുന്നത് വളർത്താനാണോ കൊല്ലാനാണോ എന്നൊരു സംശയം കോൺഗ്രസ് പാർട്ടിയെ സ്നേഹിക്കുന്ന പലർക്കുമുണ്ട്. ഇപ്പം കെ.സിയോടൊപ്പം ചിലരൊക്കെ ചേരുന്നു. അത് ശർക്കരയിൽ ഈച്ച പറ്റുന്നത് പോലെയാണ്. എന്ന് പറഞ്ഞാൽ ഈ കെ.സി. എന്ന വ്യക്തി ഹൈക്കമാൻഡിലേക്കുള്ള ഒരു വെറും പാലമല്ല, നേരിട്ടുള്ളൊരു ഹൈവേ ആണ് ആണല്ലോ. ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ, കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ ഗാന്ധി നെഹ്റു ഫാമിലിയിലെ ത്രിമൂർത്തികളും പിന്നെ കെ.സി. വേണുഗോപാലും മുൻകാലങ്ങളിൽ ഒരുപക്ഷെ അഹമ്മദ് പട്ടേലോ ഗുലാം നബി ആസാദോ ഒക്കെ വഹിച്ചിരുന്ന ഒരു സ്ഥാനമുണ്ട്. ഗാന്ധി നെഹ്റു ഫാമിലിയുടെ ഏറ്റവും വലിയ വിശ്വസ്തൻ. അപ്പോൾ സീറ്റ് ചർച്ചകളിൽ ആത്യന്തികമായി മുഖ്യമന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സീറ്റ് വിഭജനത്തിന് കീറാമുട്ടിയാകുമ്പോൾ കെ.സിയുടെ ടച്ചാണ് അവസാനം. നേരിട്ട് രാഹുൽ ഗാന്ധിയോട് സംസാരിക്കാൻ കഴിയുന്ന മറ്റേത് കേരള നേതാക്കളുണ്ട്? തത്വത്തിൽ പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാം, രമേശ് ചെന്നിത്തലയ്ക്ക് മുൻപ് സംസാരിക്കാമായിരുന്നു. ഇപ്പോൾ ആദ്യ ഒപ്പീനിയൻ എടുക്കുന്നത് കെ.സി. വേണുഗോപാൽ എന്ന വ്യക്തിയിൽ നിന്നാണ്. അപ്പം അതുകൊണ്ട് മീൻകുഞ്ഞിലെ നീന്തലോ പോപ്പിനെ കുർബാനയോ കോൺഗ്രസ്സുകാരെ സാധ്യതയോ ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഇതൊക്കെ അറിയാം. ജന്മനാ കോൺഗ്രസ് DNA ഉള്ളൊരു കാര്യമാണ്. ദേ നോ വിച്ച് സൈഡ് ദ ബ്രെഡ് ഇസ് ബട്ടേർഡ്. അതുകൊണ്ട് ഇവിടെ നോക്കൂ, യങ് ബ്രിഗേഡ് ഇപ്പോൾ അവരൊരു സാധ്യത കണ്ടു. രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും P.C. വിശ്വനാഥും ഇങ്ങനെയൊക്കെയുള്ള പിന്നെ യങ് ലീഡേഴ്സ്, അവർക്ക് കുറച്ച് ക്രെഡിബിലിറ്റിയുള്ള കോൺഗ്രസ് നേതാക്കളാണ്. ഇപ്പോഴും വിവാദത്തിൽ പെടുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ഗ്ലാമറിനോ അല്ലെങ്കിൽ ജനറൽ അക്സെപ്റ്റൻസിനോ ഒന്നും ഒരു കുറവ് വന്നിട്ടില്ല. വിവാദത്തിലൊക്കെ പെട്ടു, അത് കുറച്ചൊക്കെ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് പാർട്ടിക്കും അദ്ദേഹത്തിനും ഒക്കെ തന്നെ. എങ്കിലും ഗ്ലാമർ ഫേസ് തന്നെയാണ്. നാളുകളിൽ ഒരുപക്ഷെ വീണ്ടും തിരിച്ച് പാർട്ടിയിൽ സജീവമായേക്കാം. ഇവരെല്ലാം തന്നെ വി.ഡി. സതീശൻ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ എടുത്ത നിലപാടിനോട് കടുത്ത വിയോജിപ്പുള്ളവരാണ്. അത് പരസ്യമായി പ്രകടിപ്പിച്ചില്ല എങ്കിലും അതാണ് വിള്ളലുണ്ടാക്കിയത്. അവിടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം, സ്ത്രീ വിഷയം വന്നപ്പോൾ ഒരു പ്രതിച്ഛായ മെച്ചപ്പെടുത്താനായി എല്ലാ കോൺഗ്രസ് നേതാക്കളും ശ്രമിച്ചു. അവരുടെ എല്ലാം മേലെ തലപ്പൊക്കത്ത് നിൽക്കാൻ വി.ഡി. സതീശൻ വലിയ ഒരു ശ്രമമാണ് നടത്തിയത്. അതുകൊണ്ട് അദ്ദേഹം തൻ്റെ ഏറ്റവും നല്ല പിന്തുണക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടം തുണ്ടമായി വെട്ടി. പൊങ്ങാനാവാത്ത രീതിയിൽ സംഘടനയിൽ അടച്ച് ആക്ഷേപിച്ച് പറഞ്ഞു. അവിടെ യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിൽ അങ്ങനെയുള്ള, കാരണം നോക്കൂ, പിണറായി വിജയൻ എന്തെല്ലാം പിന്നെ ദോഷങ്ങൾ ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറഞ്ഞാലും ധാർഷ്ട്യം ധിക്കാരം എല്ലാം ഉണ്ടെന്ന് പറയുമ്പോഴും കൂടെ നിൽക്കുന്ന ഒരാളെ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല. അത് ഗുണമാകാം ദോഷമാകാം, പക്ഷേ അത് ചില ധാർമ്മികതയുടെ അതിർവരമ്പുകളൊക്കെ ലംഘിച്ചു. പി ശശിയെ തള്ളി പറഞ്ഞു, അല്ലെങ്കിൽ മറ്റ് ആരെങ്കിലും തള്ളി പറഞ്ഞു. അപ്പം ഒരു നേതാവിന് ആത്യന്തികമായി ഓൻ ചെയ്തത് നല്ല ഗംഭീര കാര്യമാണെന്ന് ആദ്യമൊക്കെ ആൾക്കാർ പറയും. പക്ഷേ വിശ്വാസ്യത എന്ന ഒരു കാര്യമുണ്ട്. കൂടെ നിൽക്കുന്ന ഒരാളെ തള്ളിപ്പറയുന്ന ആളിൻ്റെ വിശ്വാസ്യത ദീർഘകാല അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യപ്പെടും. ഇതാണ് വി.ഡി. സതീശൻ. അപ്പോൾ വി.ഡി. സതീശനോടൊപ്പം എന്ത് ധൈര്യത്തിലാണ് നിൽക്കേണ്ടത് എന്നൊരു ചിന്ത യങ് ബ്രിഗേഡിനുണ്ടായി. കാരണം അവരാണ് കോൺഗ്രസിൻ്റെ ഭാവി. എൻ്റെ ഒരു വിശ്വാസം, മുൻകാലങ്ങളിൽ A.K. ആന്റണിയും വയലാർ രവിയും ഉമ്മൻചാണ്ടിയും അതുപോലെ M.A. ജോണും എല്ലാം കൂടെ കടന്നു വന്നൊരു കാലഘട്ടമുണ്ട്. 60-കൾ 70-കൾ ആ ഒരു കാലഘട്ടം അവരുടെ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ തേർവാഴ്ചയുടെ കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിൽ അവർക്കുണ്ടായിരുന്നതിന് സമാനമായ ഒരു പ്രതിച്ഛായയാണ് ഇപ്പോൾ ഈ യങ് ബ്രിഗേഡിനുള്ളത്. ഷാഫി പറമ്പിലിനെ നിരന്തരം ഇടതുപക്ഷം ആക്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? ഷാഫി പറമ്പിൽ ഒരു തലപ്പൊക്കത്ത്, കോൺഗ്രസിനുള്ളിൽ തലപ്പൊക്കത്ത് നിൽക്കുന്നു. നാളുകളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന കോൺഗ്രസിൻ്റെ ഒരു മതേതര ഫേസാണ്, അല്ലെങ്കിൽ ഒരു മുസ്ലിം ഫേസാണ്. എന്തും പറയാം, മതേതര ഫേസെന്നോ മുസ്ലിം ഫേസെന്നോ പറയാം. അങ്ങനെ ഒരാൾ മറ്റൊരാളില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അവിടെ ഈ ഓരോരുത്തർ പറയുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓരോ പ്രസ്താവനയ്ക്കും അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കങ്ങൾക്കും ഫോളോയിങ് ഉണ്ട്. ഒരു വിഭാഗം ആളുകൾ കടന്നാക്രമിക്കും. ആക്രമണത്തെ പോലും സാധ്യതയാക്കി മാറ്റിയെടുക്കാൻ ഇവർ കഴിയുന്നു. അപ്പോൾ ഇവരാണ് വിഷയം. ഈ യൂത്ത് ഇപ്പോൾ ഇതാ എത്തിയിരിക്കുന്നു, കെ.സി. വേണുഗോപാലിൻ്റെ പക്ഷത്തെത്തിയിരിക്കുന്നു. അതിനർത്ഥം എന്താ?
KC വേണുഗോപാൽ ഊറിച്ചിരിക്കുകയാണ്. KC എല്ലായിടത്തും തന്റെ ആധിപത്യം, അതായത് KSUവിലായാലും യൂത്ത് കോൺഗ്രസിലായാലും മഹിളാ വിങ്ങിലും ഒക്കെ തന്നെ ആധിപത്യം സ്ഥാപിക്കും. KPCC പ്രസിഡന്റ് ന്യൂനപക്ഷ സമുദായക്കാരനാണ് സണ്ണി ജോസഫ്. അദ്ദേഹം വളരെ സാധുവായ, രാഷ്ട്രീയത്തിൽ സാധുവായ മനുഷ്യനാണ്. ശബ്ദം കേൾക്കാനില്ല, ശബ്ദം കേൾക്കാനില്ല, ശബ്ദം മ്യൂട്ടഡ് ആണ്. K. സുധാകരൻ അമറി നിന്ന ഒരു കാലത്തെ ഒരു മിയാവെന്ന് പോലും പറയാത്ത ഒരാളാണ് ഈ പറയുന്ന ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. അദ്ദേഹം ഏത് ഗ്രൂപ്പിന്റെ നോമിനി ആണെങ്കിലും ഇപ്പോൾ അദ്ദേഹം നേതാവായി അംഗീകരിക്കുന്നത് KC വേണുഗോപാലിനെയാണ്. മറ്റാരെയും ആ രീതിയിൽ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. 2, മഹിളാ കോൺഗ്രസിന്റെ നേതാവ്, മഹിളാ കോൺഗ്രസ് ജെബി മേത്തർ മുൻപ് പല ഗ്രൂപ്പിൽ നിന്നതാണ്, ഇപ്പോൾ KCയുടെ വിശ്വസ്ത സർക്കിളിൽ പെടുന്ന ആളാണ്. യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ നിയമിക്കപ്പെട്ട OJ ജനീഷ് പല ഗ്രൂപ്പുകളിൽ ഉണ്ടായിരുന്നയാളാണ്. അദ്ദേഹം ഇപ്പോൾ കറങ്ങിത്തിരിഞ്ഞ് മത്സരത്തിലൊക്കെ ഏറെ പിന്നിലായിരുന്നു. മത്സരത്തിൽ കേവലം ഈ 1,70,70,000 വോട്ടുകൾ പിടിച്ച അബിൻ വർക്കി, 2,30,000 വോട്ടുകൾ പിടിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി കഴിയുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന ഫോർമുല അനുസരിച്ച് അതിൽ കള്ളവോട്ടും വ്യാജ വോട്ടും ഒക്കെ കണ്ടേക്കാം, എങ്കിലും അരിച്ചു കുണിച്ച് വരുമ്പോഴും ഇത്രയും വോട്ടുകൾ പെട്ടിയിൽ വീണിട്ടുണ്ട് ഡിഫാക്ടോ. അതെല്ലാം മാറ്റി കേവലം 19,000 വോട്ട് മാത്രം പിടിച്ച OJ ജനീഷിനെ യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന അധ്യക്ഷനാക്കിയ ഒരു മഹാനീക്കം. ആ നീക്കം KC വേണുഗോപാലിന്റെ മാത്രം നീക്കമാണ്. അതുമാത്രമല്ല, നാളിതുവരെ ഉണ്ടായിട്ടില്ലാത്ത വർക്കിംഗ് പ്രസിഡന്റ് എന്ന സ്ഥാനം ഒരാൾക്ക് കൊടുക്കുക. ബിനു ചുള്ളി, KC വേണുഗോപാലിന്റെ സ്വന്തം ആളാണ് ബിനു ചുള്ളി. പ്രായപരിധി കഴിഞ്ഞ 38 വയസ്സ് കഴിഞ്ഞ ഒരാൾ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ KSUവിന് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ. അപ്പൊ ആരാണ് KC വിരുദ്ധ ചേരിയിൽ? എല്ലാവരും. അപ്പൊ സംഘടനയുടെ സമഗ്ര മേഖലയിലും പോഷക സംഘടനയിലും മാതൃസംഘടനയിലും ഉള്ള ഏതാണ്ട് എല്ലാ നേതൃത്വവും KCക്കാണ്. അപ്പോൾ സീറ്റ് ഷെയറിംഗ് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും? KCയെ പിന്തുണയ്ക്കുന്നവരാകും വിവിധ ഗ്രൂപ്പുകളിലുള്ളവർ. AI ഗ്രൂപ്പുകൾ, അതൊക്കെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. പഴയ പോലത്തെ ഒരു വിശാല A ഗ്രൂപ്പോ ഒന്നും ഇപ്പോൾ ഇല്ല. എങ്കിലും അവരെല്ലാം തന്നെ KCയുടെ ഗുഡ് ബുക്സിലേക്ക് വരേണ്ട അവസ്ഥ വരും. അപ്പൊ KC നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും ഇല്ല എങ്കിലും നിയമസഭാ സാമാജികരുടെ എണ്ണം എടുക്കുമ്പോൾ UDFന് ഭൂരിപക്ഷം ലഭിച്ചാൽ ആരാവും മുഖ്യമന്ത്രി എന്നത് ഒരു തർക്ക വിഷയമാവില്ല. അവിടെ രമേശ് ചെന്നിത്തലയേക്കാൾ VD സതീശനേക്കാൾ കൂടുതൽ പിന്തുണ ലഭിക്കാൻ സാധ്യത KC വേണുഗോപാലിനാണ്. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ. അതുകൊണ്ടാണ് ഇപ്പോൾ AI ഗ്രൂപ്പുകൾ റീഗ്രൂപ്പ് ചെയ്യുകയാണ്. അബിൻ വർക്കിയെ ഒരു കാരണമാക്കി, അബിൻ വർക്കിയല്ല, രമേശ് ചെന്നിത്തലയെ വെട്ടി നിർത്താൻ വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ പിന്തുണക്കാരനായ I ഗ്രൂപ്പുകാരനായ അബിൻ വർക്കിയെ വെട്ടി നിർത്തിയത്. ഇതൊരു സൂചനയാണ്. അബിൻ വർക്കിക്കുള്ള സൂചനയല്ല, രമേശ് ചെന്നിത്തലയ്ക്കുള്ള സൂചനയാണ്. VD സതീശനുള്ള സൂചന നേരത്തെ തന്നെ കിട്ടിക്കഴിഞ്ഞു. തന്റെ കാൽക്കീഴിൽ നിന്നും അവശേഷിക്കുന്ന എല്ലാം തന്നെ എല്ലാം പോയി, യൂത്തിനെ മുഴുവൻ കൊണ്ടുപോയി. അപ്പം VD സതീശൻ സത്യത്തിൽ ആയുധങ്ങളില്ലാതെ പോരാടുകയാണ്. പക്ഷേ വേറൊരു കാര്യം, UDFന്റെ ഒരു വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും VD സതീശന് ക്ലെയിം ചെയ്യാമല്ലോ. കാരണം പ്രതിപക്ഷ നേതാവാരോ പാർലമെന്ററി സമ്പ്രദായത്തിൽ, പ്രത്യേകിച്ച് വെസ്റ്റ്മിൻസ്റ്റർ മാതൃകയിലുള്ള പാർലമെന്ററി സമ്പ്രദായത്തിൽ ആരാണോ പ്രതിപക്ഷ നേതാവ്, ഹി ഈസ് ദ ചീഫ് ഓഫ് ദി ഷാഡോ ക്യാബിനറ്റ്. ഷാഡോ ക്യാബിനറ്റിന്റെ മുഖ്യമന്ത്രിയാണ്. അങ്ങനെ റിയൽ ക്യാബിനറ്റായി മാറുകയാണെങ്കിൽ VD സതീശനായിരിക്കും നാച്ചുറൽ ചോയ്സ്. പക്ഷെ അങ്ങനെ ഉണ്ടാകണമെന്നില്ല. കോൺഗ്രസ് ആണ് പാർട്ടി. VD സതീശനെ ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. VD സതീശനെ മുന്നിൽ നിർത്തി പ്രതിപക്ഷ നേതാവൊക്കെയാണ്. പക്ഷേ കോൺഗ്രസ് നേതൃത്വം പറയും ഇത് കളക്റ്റീവ് ലീഡർഷിപ്പാണ്, എല്ലാവരും ദ ബെസ്റ്റ് പേഴ്സൺ. നിയമസഭാ സാമാജികർ അങ്ങനെയാണല്ലോ പറയുന്നത്. നിയമസഭാ സാമാജികർ ചേർന്ന്, പാർലമെന്ററി പാർട്ടി ചേർന്ന് നേതാവിനെ തിരഞ്ഞെടുക്കും. അവിടെ ഹൈക്കമാൻഡിന്റെ ദൂതനായി വരേണ്ട KC വേണുഗോപാൽ കാൻഡിഡേറ്റ് ആണ്, ദൂതനല്ല, അവിടെ കാൻഡിഡേറ്റ് ആണ്. അങ്ങനെയെങ്കിലോ? അപ്പോൾ ഇതുകൊണ്ടാണ് ഒരു വലിയ രീതിയിലുള്ള മാറ്റം കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വൻ മാറ്റം. സംഘടനാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നോക്കൂ, ജംബോ സമിതിയെ നിയമിച്ചിരിക്കുന്നു. KPCCയുടെ പുനഃസംഘടന 2021 ശേഷം ഇപ്പോൾ നടന്ന പുനഃസംഘടനയിൽ ഇത് ജംബോ സർക്കസ് എന്നാണോ പറയുക, ജംബോ കമ്മിറ്റി എന്നാണോ പറയുക? 59 പേരാണ് ജനറൽ സെക്രട്ടറിമാർ, 13 പേരാണ് വൈസ് പ്രസിഡന്റുമാർ. ഒന്ന് ആലോചിക്കൂ, 4 വൈസ് പ്രസിഡന്റുമാർ ഉണ്ടായിരുന്നത് 13 പേരായിട്ട് കൂടുകയാണ്. ഇനി അപ്പൊ എന്ത് സ്ഥാനമാണ് വൈസ് പ്രസിഡന്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു വിലയില്ലേ? ഈ വിലകളെന്ന് ജനറൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ വെറും സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഓക്കെ, ജനറൽ സെക്രട്ടറിമാർ 59 ജനറൽ സെക്രട്ടറിമാർ. രാഷ്ട്രീയകാര്യ സമിതി പണ്ട് 10-18 പേരിൽ തുടങ്ങിയ രാഷ്ട്രീയകാര്യ സമിതി ഇന്ന് 33 പേരാണ്. ഇപ്പൊ 3-4 പേരെ MP മാരായിട്ടുള്ളവരെ വീണ്ടും കോപ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ എല്ലാം ജംബോ സമിതികളാണ്. എല്ലാവരും സന്തോഷവാന്മാരാണ്.
കാരണം എല്ലാവരുടെയും പേരുണ്ട്. പിന്നെ ചെറിയ പിള്ളേർ പോലും ഷെമാ മുഹമ്മദിനെ പോലെയുള്ള ചിലരൊക്കെ പരിഭവം പറയും. അതൊരു തമാശയ്ക്ക് അങ്ങ് എടുത്തങ്ങ് പോത്തേ ഉള്ളൂ. അതുകൊണ്ട് ആർക്കും പരിഭവമില്ലാതെ KPCCയുടെ ജംബോ കമ്മിറ്റികൾ അല്ല, ഇത്രയും അംഗസംഖ്യ വരുമ്പോഴേ നാട്ടിലുള്ളവർക്കൊക്കെ ഭയം എന്ന് പറയുന്നത് നാട് മുഴുവൻ ഈ ഫ്ലെക്സ് ഉയരും എന്നുള്ളതാണ്. അയ്യോ, നാട് മുഴുവൻ KPCC ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത ഡാഷ് 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 അഭിനന്ദനങ്ങൾ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഫ്ലക്സുകളുടെ പൊട്ടിപ്പൂരമായിരിക്കും. അതുകൊണ്ട് പണം മുടക്കുന്ന അവരവർ തന്നെ ആയിരിക്കില്ല സാധ്യത കേട്ടോ. പണം മുടക്കുന്ന നാട്ടുകാരായിരിക്കില്ല, ഈ അടികളുമായിരിക്കില്ല. സ്വന്തം ഇമേജ് ബൂസ്റ്റപ്പ് ചെയ്യുന്നത് ഒരു കോൺഗ്രസ്, ദർ ഇസ് എ കോൺഗ്രസ് വേ ഓഫ് ഡൂയിങ് തിങ്സ്. അത് അതിൻ്റെ എല്ലാ സഭ്യതയും ലംഘിച്ചുകൊണ്ട് അത് നടക്കാനുള്ള സാധ്യത. അപ്പോഴും കോൺഗ്രസിനോടൊരു സ്നേഹമുണ്ട് ആളുകൾക്ക്. കാരണം ഒരു ഭരണവിരുദ്ധ വികാരം ഈ നാട്ടിലുണ്ട്. അത് റെപ്രസെൻ്റ് ചെയ്യാൻ കോൺഗ്രസ് ആണ് ഇപ്പോൾ ഉള്ളത്, അല്ലെ UDF ആണിപ്പോൾ ഉള്ളത്. പക്ഷെ അത് പഠിക്കൽ കൊണ്ട് കലമടക്കുന്ന രീതിയിൽ ഈ സർക്കസും ജംബോരിയും എല്ലാം ചേർന്ന് അത് നടക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. നേതൃതർക്കത്തിൽ തട്ടി ഈ ടൈറ്റാനിക് തകരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിലൊക്കെയുള്ള അനുകൂലമാകുന്ന ഒരു തരംഗം തന്നെ വരാം. ഇതിൻ്റെ ഇഫക്റ്റ് മുഴുവൻ കളഞ്ഞു കുളിക്കാൻ സ്വന്തം പ്രവൃത്തി തന്നെയാണ് അതിന് കാരണമാകാൻ സാധ്യത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.